വൈലെന്ന് പറയുന്ന നരകം കള്ളുകുടികനും പെണ്ണുപിടികനും പലിശ തിന്നുന്നവനും കാഫിറുമല്ല. അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തില് വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവേ ഫവൈലുൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവനാ എങ്ങനെ നമസ്കരിക്കുന്നവനെന്നറിയുമോ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അശ്രദ്ധമായി നിസ്കരിക്കുന്നവര്, അലസതയോടുകൂടി നിസ്കരിക്കുന്നവര്, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പടച്ചറപ്പിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ എന്നെ ചെറുപ്പക്കാരുടെ നമസ്കാരം കണ്ട കളിയാണല്ലോ, തമാശയാണല്ലോ, കോമാളിത്തരമാണല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പടച്ചറപ്പിനെ കളിയാക്കുന്ന നമസ്കാരമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് തന്റെ പള്ളിക്കകത്തിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് നമസ്കരിക്കുകയാ. ഒരു മനുഷ്യന് പള്ളിക്കകത്ത് നിന്ന് നമസ്കരിക്കുകയോ. നമസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയിലൊന്ന് കൈകൊണ്ട് പിടിച്ച് നേരെയാകുകയാണ്. തന്റെ താടിയൊന്ന് നേരെയാകുകയോ. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, മനുഷ്യ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? മരിക്കണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ? അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ഓർമ്മ നിനക്കില്ലേ? താടി നേരെയാക്കുന്നില്ലൂടാ. ഇങ്ങനെയാണ് അങ്ങ് മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ ഉമ്മത്തായിട്ടാണ് മരിച്ചതെന്ന് കരുതല്ലേ? നമസ്കാരത്തിലെ താടി നേരെയാക്കിയ മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു പോയതെങ്കിൽ വയലിലെ കൊക്ക് നിൽക്കുന്നത് പോലെ ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മുടി നേരെയാക്കുന്ന ചെറുപ്പക്കാരാ, അടുത്ത് നിൽക്കുന്നവന്റെ ശരീരത്ത് തട്ടി കളിക്കുന്ന ചെറുപ്പക്കാരാ, ശരീരം മുഴുവനും 3 പ്രാവശ്യത്തിൽ കൂടുതൽ അനങ്ങാൻ പാടില്ലല്ലോ, 3 അല്ല 30 പ്രാവശ്യം ചലിപ്പിക്കുന്ന പാപ്പാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം നീ കളിയാണെന്ന് കരുതല്ലേ? നമസ്കാരം കളിയാണെന്ന് കരുതല്ലോ. നമസ്കാരത്തിന്റെ വില എന്തെന്നറിയുവോ? നമസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും സുബഹി നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് സലാം വീട്ടുമ്പോ ഒന്നുകിൽ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് മലക്കെഴുതുകയോ, ഒന്നുകിൽ നീ സ്വർഗവാസിയോ അല്ലെങ്കിൽ നരകവാസിയോ. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയോ, ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിയുമ്പോ ഒന്നുകിൽ അവനെ സ്വർഗവാസിയാണ് അല്ലെങ്കിൽ നരകവാസിയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, പലരും പറയാറുണ്ട്, ഉസ്താദ് നമസ്കരിക്കാൻ കൈകെട്ടിയാൽ പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരികയാണ്, മറന്ന കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. കാരണം എന്തെന്നറിയുവോ പെണ്ണ്? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കഴിയുമ്പോ വലതുഭാഗത്തൊരു മലക്ക്, ഇടതുഭാഗത്ത് ഒരു ഇബ്ലീസ്. അല്ലാഹുവേ, നീ നമസ്കാരത്തിലേക്ക് കൈകെട്ടി കഴിയുമ്പോ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഇബ്ലീസ് മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ. നിന്റെ പഴയ കാര്യങ്ങൾ നിന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തരികയോ. നിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി നമസ്കാരത്തിൽ നിന്ന് നിന്റെ ശ്രദ്ധ തിരിക്കാൻ ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്നു, മനുഷ്യ, നീ കരാറ് ചെയ്തത് മറന്നുപോയോ? അതാ കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഞാനും നിങ്ങളും പറയുന്ന ഒരു കരാറുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
പേര്. അല്ലാഹുവേ എന്റെ സർവ്വതും നിനക്കുള്ളതാ അല്ലാ. എന്റെ ചലനം പോലും എന്റെ ശ്വാസം പോലും പടച്ചവനെ എല്ലാം നിനക്കുള്ളതാണെന്ന് കരാറ് ചെയ്തിട്ട് എടാ നീ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് കളിക്കുകയാണോടാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിൽക്കുന്നുണ്ടടാ. ഈ പ്രപഞ്ചം മുഴുവനും ഇടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചറപ്പിന്റെ മുന്നിലാടാ നീ നിൽക്കുന്നത്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടടാ. ഒരു മറയുമില്ലാതെ അല്ലാഹു നിന്റെ മുന്നിൽ നിൽക്കുകയാ. കളിക്കല്ലേടാ, കളിക്കല്ലേടാ. നീ ഇവിടെ നിന്നുകൊണ്ട് അലസത കാണിക്കല്ലേ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നമസ്കരിക്കടാ. വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് അവിടുന്ന് പറഞ്ഞു തരികയാ, പടച്ചവനെ ഇന്ന് റുകൂഉം സുജൂദും ചെയ്യുന്നത് കണ്ടാൽ കാക്ക കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് ഓടുന്നവരുണ്ട്. പടച്ചവനെ സുജൂദ് ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിലും കസേരയിൽ നിന്ന് നിസ്കരിക്കുന്ന ഉപ്പമാര്, സുജൂദ് ചെയ്യാൻ നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, നിന്റെ നടുവിനൊരു വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് സുജൂദ് ചെയ്യാനും മടിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ഒരുപാട് നേരം സുജൂദ് ചെയ്യണേ, എഴുന്നേറ്റ് ഓടല്ലേ ചെറുപ്പക്കാരാ. ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കണം. പ്രതിഫലം എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാ. അല്ലാഹുവേ സുജൂദിൽ കിടക്കുമ്പോ അതാ മരത്തിൽ നിന്ന് ഉണക്കയില പൊടിഞ്ഞു വീഴുന്നത് പോലെ നീ ചെയ്ത പാപം അല്ലാഹു പൊറുക്കും ചെറുപ്പക്കാരാ. നിങ്ങളുടെ എല്ലാ പാപങ്ങളും സുജൂദിൽ കിടക്കുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു വീഴുകയാ. നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ആവുകയാണ്. റബ്ബേ സുജൂദ് ചെയ്യുമ്പോ മോനെ നിന്റെ നെറ്റിത്തടം താഴെ മുട്ടണമടാ, നിന്റെ മൂക്ക് മുട്ടണമടാ, നിന്റെ കൈപ്പത്തികൾ തറയിൽ നേരെ ചൊവ്വ വെക്കണമടാ, നിന്റെ കാലിന്റെ മുട്ട് വെക്കണം പൊന്നുമോന്. അടാ നിന്റെ ഓരോ വിരലുകളും ഭൂമിയിൽ, നിന്റെ വിരലിന്റെ അടിഭാഗം ഭൂമിയിൽ നേരെ ചൊവ്വ വെക്കണം ചെറുപ്പക്കാരാ. അല്ലാതെ മുട്ടുകുത്തി കിടക്കുന്നവരുണ്ട്, നെറ്റികുത്തി കിടക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ അവയവം സുജൂദ് ചെയ്യാതെ നീ ഒഴിവാക്കിയാൽ ആ അവയവം സുജൂദിൽ കിടന്നിട്ട് നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നമസ്കാരം കഴിഞ്ഞ് സലാമിട്ടുമ്പോ പടച്ചവനെ ഇടതുഭാഗത്ത് ഇബ്ലീസിനെന്ന് കരയുകയാ. മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന സ്വർഗവാസിയേ, എടാ ഭാഗ്യവാനേ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിലുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണോ. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഈ പോകുന്ന വഴിയിലങ്ങ് മരിച്ച സ്വർഗവാടോ. നിസ്കാരപ്പായിൽ നിന്നുകൊണ്ട് മലക്കുകളെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് അവിടുന്ന് സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞിട്ട് അതാ പള്ളിയിൽ നിന്ന് യാത്രയാക്കുമ്പോ നമസ്കാരത്തിൽ അലസത കാണിക്കുന്ന മനുഷ്യ അതാ ഇബ്ലീസിരുന്ന് ചിരിക്കുകയാ. മലക്ക് പറയുന്ന, എടാ വൃത്തികെട്ടവര്, എടാ പരാജയപ്പെട്ടു പോയവര്, അല്ലാഹുവിന്റെ സ്വർഗം വലിച്ചെറിഞ്ഞവര്, നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടോ? അടുത്ത വക്കത്തിന് മുമ്പങ്ങാട് നിന്റെ കണ്ണടഞ്ഞ നരകത്തിലാടാ പൊന്നുമോനെ എന്ന് പറയുമെന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ നിസ്കരിച്ചാലാ സ്വർഗം കിട്ടുന്നതെന്നറിയുമോ? ഉമ്മ പ്രസവിച്ചതുപോലെ ഒരൊറ്റ വക്കത്ത് നമസ്കാരം കഴിയുമ്പോ ഒരു പാപവും ചെയ്യാത്ത മനുഷ്യനാകണമെങ്കിൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? നമ്മളെ പോലെയല്ല, നമ്മൾ കാണിക്കുന്ന കോമാളിത്തരമല്ല. എങ്ങനെ നമസ്കരിക്കണമെന്നറിയുമോ? മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് നമസ്കരിച്ചതുപോലെ, മഹാന്മാര് നിസ്കരിച്ചതുപോലെ മഹാനായ
മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കാലിന്റെ വിരൽ പഴുക്കുകയാണ്. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് ഈ വിരൽ മുറിച്ച് മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങൾ സമ്മതിച്ചില്ല. കാൽപ്പത്തി മുഴുവനും പഴുപ്പ് പടരുകയാണ്. അവര് പറഞ്ഞു, ഇനിയെങ്കിലും മുറിച്ച് മാറ്റൂ, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങൾ സമ്മതിച്ചില്ല. അവസാന കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, ഇനിയെങ്കിലും മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കാല് മുറിക്കണമെന്ന് പറയുമ്പോ അവിടുന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാര് കാല് മുറിക്കാൻ കിടന്നു വരുമ്പോ ഒരു പാത്രത്തിന്റെ അകത്ത് കള്ളുകൊണ്ട് വരികയാ. ഉർവതങ്ങളുടെ കയ്യിൽ കൊടുത്തു. എന്തിനാണിത് കുടിക്കുന്നത്? കാല് മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാനാണ് തങ്ങള്. കാല് മുറിച്ചു മാറ്റുമ്പോ വല്ലാത്ത വേദനയാ. ഉർവതങ്ങൾ പറഞ്ഞു, ഞാൻ ലഹരി ഉപയോഗിക്കില്ലോ, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്. പടച്ചവനെ, അവിടുന്ന് മഹാനവറുകൾ പറയുന്നു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കടിയുമ്പോ നിങ്ങളെ കൊണ്ട് കടിയുമെങ്കിൽ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഉർവതങ്ങൾ ഉതവെടുത്തു. റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് കൈകെട്ടികെട്ട് നമസ്കാരം തുടങ്ങുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ പടച്ചവനെ കരാറ് ചെയ്തു. അവിടുന്ന് ഫാത്തിഹ എന്ന് ഓതാൻ തുടങ്ങുമ്പോ, നമസ്കാരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോ വൈദ്യന്മാര് കിടന്നു വന്നിട്ട് ഉർവതങ്ങളുടെ കാല് വെട്ടിമുറിച്ചു. വാപ്പാ, ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മയക്കുമരുന്നും കൊടുത്തില്ലോ, അവിടുന്ന് മരവിപ്പിച്ചില്ലോ. നിന്നെ പോലെ ഒരു പച്ചയായ മനുഷ്യന്റെ കാല് വെട്ടിമുറിക്കുമ്പോ അവിടുന്ന് അറിഞ്ഞില്ല ഉമ്മ. ഒരു കൊതുവ് കരഞ്ഞുകൊണ്ട് നിന്റെ ചെവിയുടെ ഭാഗത്തുകൂടെ പോയാൽ അറിയുമല്ലോ, ഒരു കൊതുവ് കടിച്ചാൽ അറിയുമല്ലോ. പക്ഷേ ഒരു പച്ചയായ മനുഷ്യന്റെ കാല് വെട്ടിമുറിച്ചിട്ട് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങൾ അറിഞ്ഞില്ല. കാരണം അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്, റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവിടുന്ന് രക്തം ഇങ്ങനെ നിൽക്കാതെ ഒലിക്കുകയാ. അവസാനം രക്തം നിൽക്കുന്നതിന് വേണ്ടി സൈതന്നെ തിളപ്പിച്ചിട്ട് തിളപ്പിച്ച എണ്ണ കാലിലേക്ക് മുക്കുമ്പോ ഉർവതങ്ങളുടെ ബോധം കെട്ട് താഴെ വീഴുകയോ, അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയോ. പടച്ചവരെ, വൈദ്യന്മാര് വല്ലാത്ത പ്രയാസത്തിലായി. ആരാ പറയുക? കാര്യം കുറിച്ചു മാറ്റിയ കാര്യം ആരാ പറയുകയോ? എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോ അല്ലാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയുമോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെടുകയാ. തന്റെ ഏറ്റവും ചെറിയ മകനങ്ങ് മരിച്ചുപോയി. രണ്ട് വേദനയായി. എല്ലാവരും കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് ബോധം അവിടുന്ന് തിരിച്ചു വരുമ്പോ, ഉർവതങ്ങളെ, നിങ്ങളുടെ ഏറ്റവും ചെറിയ മകനും മരിച്ചുപോയി. തങ്ങളെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതപ്പെടുകയാ. ഉർവതങ്ങള്, അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. മരിച്ചപ്പോഴും അൽഹംദുലില്ലാഹ്. കാരണം എന്തെന്നറിയുവോ? അല്ലാഹു മക്കളിൽ ഒരാളെയേ തിരിച്ചെടുത്തുള്ളൂ. എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ അല്ലാഹു എനിക്ക് ആയുസോടുകൂടി തിരിച്ചു തന്നല്ലോ. അല്ലാഹു എനിക്ക് രണ്ട് കാലി തന്നിട്ട് ഒരെണ്ണമല്ലേ എടുത്തുള്ളൂ. ഒരെണ്ണം അല്ലാഹു എനിക്ക് ബാക്കി നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങൾ
തങ്ങളിരുന്ന് കരയുകയാ, തങ്ങളിരുന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. പഴയതുപോലെ റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഒറ്റക്കാലല്ലേ ഉള്ളൂ. അവിടെ നിന്ന് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ നിസ്കാര തടമ്പുള്ള, ഹജ്ജ് ചെയ്തിട്ടുള്ള, ഉംറ ചെയ്തിട്ടുള്ള, നമസ്കരിക്കുന്ന, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന, സദഖ കൊടുക്കുന്ന വാപ്പാ ഇതുപോലെ പറയാ. 30, 40, 50 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവനല്ലേ, ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്ന പെങ്ങള് പറയാനൊരു വക്കത്തുണ്ടോടി പൊന്നുമോള്? നിനക്ക് പറയാൻ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നിന്റെ ജീവിതത്തിലെ ഒരു വക്കത്ത് നിസ്കാരമുണ്ടോ പെണ്ണേ? അതുകൊണ്ട് പൊന്നുമോനെ, മരിക്കുന്ന സമയത്തിൽ ആയിരാകയില്ലല്ലാ എന്ന് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം അല്ല. നിസ്കാരം കഴിയുമ്പോ നിന്നെ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയും, നിന്റെ ഉമ്മ പെറ്റതുപോലെ ആയടാ, ഒരു പാവം ഇന്നില്ല, മരിച്ച സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരുണ്ട്. അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാതെ പോയി കിടന്നിട്ട് കാണിക്കണ കോമാളിത്തരം കണ്ട, എടാ പള്ളി പോയില്ലെങ്കിൽ ഒരു പാവം വെച്ചിട്ടുള്ളൂ. നീ നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ ഒരു ശിക്ഷ, നിസ്കരിച്ചില്ല എന്നുള്ള ശിക്ഷ. നീ പള്ളിയിൽ പോയ 2 ശിക്ഷ. ഒന്ന്, അള്ളാനെ കളിയാക്കിയ ശിക്ഷ കൂടെ നിനക്കില്ലേ. സുജൂദിലൊക്കെ ഇങ്ങനെ കുത്തിക്കിടക്ക, ചില ഒറ്റക്കാലി നിസ്കരിക്കും. ഒക്കെന്നല്ലേ ഇപ്പൊ പറയാ, ഒരു വെളുത്ത ജീവി വയലിലൊക്കെ ഇരിക്കുന്നത്. ഒറ്റക്കാലി ഇങ്ങനെ മുടി ജീകല്. ഫോൺ അടിച്ചാൽ സൈലന്റ് ആക്കത്തില്ല. ഫോൺ അടിക്കുക, സൈലന്റ് ആക്കിയാൽ മതി. അങ്ങനല്ല, എടുത്തു നോക്കും, ആരാ വിളിക്കണം, ജബ്ബാറാ വിളിക്കണം, അവിടെ സൈലന്റ് ആക്കി. നിസ്കാരത്തിൽ പിന്നെ വാപ്പമാരിക്കും അല്ലാഹു അഅലം 1 ലക്ഷം രൂപ തറയിട്ടിട്ട് കുനിഞ്ഞെടുക്കാൻ പറഞ്ഞ വാപ്പ ചാടി വീഴും. എന്നാ പള്ളിയിൽ പോയിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, കസേര അല്ലേ, ആരാ കസേരയിൽ നിസ്കരിക്കണം? എങ്ങനെയാ നിസ്കരിക്കുന്നത്? എടാ നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. വാപ്പ വിചാരിച്ചിരിക്കുന്നത് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണമെന്നാണ്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ വാപ്പ ചിന്തിക്കുന്നത് കസേരയിൽ. ആരാ പറഞ്ഞ കസേരയിലാന്ന്? വാപ്പ കസേരയിലല്ല, തറയിൽ നിസ്കരിക്കണമെന്നാ പറഞ്ഞു. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ തറയിൽ നിസ്കരിക്കുക. ആ നിസ്കരിക്കുമ്പോ നിന്റെ കാല് കിബിലയുടെ നേരെ ഞെട്ടിയാൽ നിനക്കെന്താ കുഴപ്പമില്ലല്ലോ. നിന്നെ കൊണ്ട് തറയിൽ ഇരുന്നിട്ട് കിബിലയ്ക്ക് നേരെ ഇരിക്കണമെന്നുള്ളൂ. നിനക്ക് കാല് ആണ് എല്ലാവരും ഇരിക്കുന്ന പോലെ വെക്കാൻ പറ്റുന്ന, നീ കിബിലയ്ക്ക് നേരെ കാല് നീട്ടി പോയി എങ്കിലും നിനക്ക് സുജൂദ് ചെയ്യാൻ കഴിയുമല്ലോ. തറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ നെറ്റിത്തടം വെക്കാൻ കഴിയല്ലോ. നീ കസേരയുടെ മുകളിൽ ഇരുന്നിട്ട് എങ്ങനെ, കസേരയുടെ മുന്നിൽ ഇരുന്നിട്ട് നിനക്ക് എങ്ങനെ സുജൂദ് ചെയ്യാൻ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക കസേര, കല്യാണ വീട്ടിൽ ഇട്ടിരിക്കണ പോലെ. ഏത് പള്ളിയിൽ പോയാലും കസേര, അസുഖമുള്ളവനും ഇല്ലാത്തവനും കയറിയിരുന്ന് നിസ്കരിക്കുന്ന കാലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആഖിബത്ത് മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാ. അള്ളാഹു 5 നേരം കൃത്യമായി നിസ്കരിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ചിലരൊക്കെ വാച്ചി നോക്കുന്നു, നിർത്താറായോ? നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയോ? പരമനുഷ്യന്മാരെ ബോറടിച്ചു തുടങ്ങിയ പിന്നെന്താ വാച്ചി നോക്കണത്? 10:45 ഇങ്ങനെ 11-ന് നിർത്താന്ന് പറഞ്ഞ് ഇപ്പോഴെങ്കിലും തുടങ്ങിയാലേ 11 നിൽക്കൂ. ഇനി ആകെ 15 മിനിറ്റല്ലേ ഉള്ളൂ. അതാണ് വാച്ചി നോക്കണേ. ഞാൻ നിർത്തണോ പറയണോ? നിർത്തണോ? നിങ്ങളുടെ ചോയ്സ്. വേണോ വേണ്ടേ? വേണോന്നുള്ളൊരു കൈവക്ക്. 1/2 മണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, 2-3 സ്വലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ. എടുക്കാൻ സമയമായില്ലേ? നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ? ആരാ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ചിരിക്കണ്ട, ഞാനും നിങ്ങളും നിസാരമായി തള്ളിക്കളയുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്ന മരണസമയത്ത് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ അല്ലാഹു തന്ന നാവ് കൊണ്ടത് ഉയർത്തിയിട്ട് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ, 5 നേരം മുഅദ്ദിൻ വിളിക്കുന്ന വിളി കേൾക്കുന്നവരാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് حي على الصلاة حي على الفلاح الصلاة خير من النوم. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞാ നിനക്ക് ആഖിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ മരണം മോശമാണ്. പടച്ചവരെ, 1-2 മിനിറ്റ് നിന്റെ ചെവിയിലിരിക്കുന്ന ഫോണൊന്ന് താഴ്ത്തി വെക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോടാ. പടച്ചവരെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, ഔദുക്കരയിലിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, ജമാഅത്ത് കമ്മിറ്റി ഓഫീസിന്റെ അകത്ത് പള്ളിക്കകത്തിരുന്നിട്ട് സംസാരിക്കുന്നവരുണ്ട്. എങ്ങനെ കഴിയുന്നു മനുഷ്യ? പടച്ചവനെ, കാഫിരീങ്ങളെ രാഷ്ട്രീയക്കാര് പോലും വഅദ് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പലരും തന്റെ പ്രസംഗം നിർത്താറുണ്ട്. അതെന്തുമാകട്ടെ, അവരുടെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അവരുടെ വോട്ട് കിട്ടുന്നതിനുള്ള ലക്ഷ്യമാണെന്ന് നമുക്ക് പറയാ. എങ്കിലും ബാങ്ക് വിളിക്കുമ്പോ അവൻ പോലും നിർത്തുമ്പോ നമ്മളിൽ പലരും അത് ചെയ്യാത്തവരാ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു 3 മിനിറ്റ് നിന്റെ വായു നടക്കി വെക്കാൻ വയ്യ. അപ്പോഴും ഫോൺ വിളി. എടാ, പള്ളിക്കകത്തിരുന്ന് സംസാരിക്കും, കമ്മിറ്റി ഓഫീസിന്റെ അകത്തിരുന്നിട്ട് വലിയ ചർച്ചയാ പറയണില്ല. പള്ളിക്കകത്തിരുന്നിട്ട് ചർച്ച ചെയ്യുന്നവർ ബാങ്ക് വിളിക്കണ സമയം എന്റെ കടയിൽ 2 മിനിറ്റ് നിനക്ക് അല്ലാഹു വന്ന് മിണ്ടാതിരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആഖിബത്ത് മോശമാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ 30 കൊല്ലം ചെയ്തത് വെറുതെ ആയിപ്പോയി. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ 30 കൊല്ലം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 30 കൊല്ലം നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും സദഖ കൊടുക്കുന്നതും എല്ലാം പോയി 30 കൊല്ലം ചെയ്ത അമല് നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ സമയം. 6 സമയങ്ങളിൽ ഒരു സമയം. കൂടുതലൊന്നും ചോദിക്കേണ്ട. കൂട്ടുകാരനെ കാണുമ്പോ അളിയാ സുഖമാണോടാ, ഭാര്യ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കച്ചവടക്കൊണ്ട് ഇത്രയൊക്കെ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ അവൻ
അവന്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കളിക്കേണ്ട കാര്യമല്ല, തമാശ കാര്യമല്ല. അതുകൊണ്ടാണ് പണ്ടുള്ള പിതാക്കന്മാര് ഒളിവെടുക്കുന്ന സമയത്ത്, ഹൗദും കരയിൽ ഇരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ച അപ്പം നിർത്തും ഒളിവെടുപ്പ്. പിന്നെ ഒതുകൊടുക്കൂല, മിണ്ടാതെ അവിടെ നിൽക്കും. കാരണം എന്തേ? ഒതുവെടുക്കുന്ന സമയത്ത് ഒരുപാട് അദ്കാറുകൾ, ഒരുപാട് ദുആകൾ പറയേണ്ടതാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അത് പറയൽ പാടില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ ആ സമയത്ത് പോലും അല്ലാഹുവേ ശ്രദ്ധയോടുകൂടി കഴിയുന്ന ഒരുപാട് പിതാക്കന്മാരുണ്ട്. എന്നാൽ പുതിയ തലമുറ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിനൊരു പരിഗണനയുമില്ല. നിന്റെ മരണം മോശമാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റ് എടുത്തു, നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക എടുത്തു. അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയാ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ. ഓസിന് ആരും ഒന്നും കൊടുക്കണ്ട. ഓസിനൊരു മനുഷ്യനും 5 നയാ പൈസ കൊടുക്കണ്ട. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ സദക്ക തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാണ്. മാരക രോഗങ്ങൾ പടർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയമാണ്. ഈ ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ടാൽ, നിന്റെ കുടുംബം വെച്ച് ചിലവടിച്ചാലും അല്ലാഹുവേ മാറാത്ത രോഗം തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സദക്ക കൊണ്ട് അല്ലാഹു മാറ്റിത്തരും. മനുഷ്യ പടച്ചവനെ, പെങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയുടെ മോളെ, പടച്ചവനെ, ഇന്നലെ ആൻഡോമാനിലുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉസ്താദേ, എന്റെ സഹോദരി ഉണ്ടല്ലോ, അല്ലാഹുവേ 38 വയസ്സേ ഉള്ളൂ, ഒരു രോഗവുമില്ലാത്ത പെങ്ങളാണ്, 4 മക്കളുടെ ഉമ്മയാണ്. ഒരു വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ അവിടെ നിന്ന് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കിടന്ന് ഛർദിക്കുകയാ. എടുത്തുകൊണ്ട് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നപ്പോ 2 കിഡ്നിയും പോയി പെണ്ണേ. തന്റെ കരളും കൂമ്പുമല്ല, പടച്ചവനെ, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു തലവേദനയെ വന്നുള്ള പൊന്നുമോള് 38 വയസ്സുള്ള വിവാഹ പന്തലിൽ കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ച കുടുംബക്കാരോടൊപ്പം സന്തോഷത്തോടെ ഇരുത്തിയതാ. സന്തോഷത്തോടുകൂടി കല്യാണത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന പെങ്ങളുണ്ടല്ലോ, ഇന്ന് വൈകിട്ട് 6 അടി മണ്ണിന്റെ അകത്താ. പടച്ചവരെ, പൊന്നു പെങ്ങളെ, പണ്ടായിരുന്ന രോഗത്തിന്റെ അടയാളങ്ങള് ഇന്ന് അടയാളങ്ങൾ പോലെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ കുടുംബവും നിന്റെ സമ്പാദ്യം മുഴുവനും വെച്ച് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണ് കിഡ്നി തകരുകയാ. ഇന്ന് 10 രൂപയിട്ടാ തീരുന്ന രോഗമാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ടോ, അല്ലാഹു നിനക്ക് അങ്ങനെ ഒരവസ്ഥ തരില്ല പെണ്ണേ. ചെറുപ്പക്കാരാ, മോനെ, മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സദക്ക കൊടുക്കടാ. തങ്ങള് പറഞ്ഞില്ലേ, ബസിനകത്ത് തന്നെ മുന്നിലിരുന്ന് സഞ്ചരിച്ച മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ, 2 പേരുടെ ഇടയിലിരുന്ന മനുഷ്യർ പടച്ചുറപ്പിന്റെ വിധിക്ക് മുന്നിൽ തലതാട്ടി കെട്ടി യാത്രയായ വാർത്ത കേട്ടവരല്ലേ. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണ വാർത്ത കേൾക്കുന്നവരല്ലേ. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. ഒരു നല്ല മരണം നിനക്ക് വേണ്ടേ? ഒരു നല്ല മരണം നിനക്ക് വേണ്ടേ? മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കതേ മനുഷ്യ, അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയല്ലേ, അല്ലാഹുവിനെ ആരാധിക്കുന്ന പടച്ചറബിന് സുജൂദ് ചെയ്യുന്ന റബ്ബിന്റെ വീടിന് വേണ്ടിയല്ലേ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, ഇവരെ കഅബാലയം കാണിക്കാതെ മരിപ്പിക്കല്ല ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ ഇവർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. നിന്റെ പള്ളിയെ ബഹുമാനിച്ചവരാ ളൂഫുർ റഹ്മാനിൽ പെടുത്തണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ.
എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ എടുത്ത് ബക്കറ്റ് എന്താപ്പെടുത്തല്ല അള്ളാന്റെ പള്ളിക്ക് വേണ്ടി. പടച്ചവനെ, ഏതെങ്കിലും അറുത്തു മുറിക്കുന്ന രോഗം എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പടച്ചവനെ ഇന്ന് നീ മാറ്റിത്തരണം. അള്ളാഹുവേ, എന്റെ കുടുംബം വിറ്റിട്ട് ചികിത്സിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരരുത്. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഒരു ഭാഗ്യം തരണേ എന്ന ഒരു നിയത്തോടെ നിന്റെ പോക്കറ്റിന്റെ അകത്തുനിന്ന് ഒരു നല്ല സദഖ എടുത്തിട്. ഇല്ലെങ്കിൽ കൈയും കെട്ടിയിരുന്നു. അൽഹംദുലില്ലാഹ്, മലക്ക് തലയുടെ മുകളിൽ നിന്ന് ശപിക്കുന്നുണ്ട്, നിന്റെ ഉള്ളത് കൂടെ നഷ്ടപ്പെട്ടു പോകും. പ്രവാചകൻ പറഞ്ഞു, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കും. നീ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും അതിനകത്തിട്ടാൽ ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ വെള്ളത്തിൽ പങ്കു കൊടുത്തുറപ്പേ നീ ഇവന് ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യും. കയ്യിൽ പോക്കറ്റിൽ പൈസയും വെച്ചിട്ട് ഉറക്കം നടിച്ച് നീ താഴ്ന്നിയിരുന്ന മലക്ക് പറയും, ഉണ്ടായിട്ട് കൊടുത്തില്ല പടച്ചവനെ, നീയും പിടിച്ചു വെക്കാൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആരെല്ലാം സദഖ കൊടുത്തോ പടച്ചവനെ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഈ പൈസ ഇട്ട് ആർക്കും നീ കൊടുക്കല്ലേ അള്ളാഹ്. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ ഈ സദഖ കൊടുക്കുന്ന ഒരാൾക്ക് നീ നൽകില്ലേ റഹ്മാനെ. അല്ലാഹുവേ, നീ എന്തെല്ലാം നിഅമത്തുകൾ നൽകിയോ അല്ലാഹു, അതെല്ലാം നീ മരിക്കുന്നത് വരെ നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നൽകിയോ അതിൽ മുഴുവനിലും നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഒരു സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അല്ലാഹു ദാരിദ്ര്യം തരില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. മരിക്കണ കാലം വരെ ദാരിദ്ര്യം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പറഞ്ഞു തരട്ടെ. വല്ലവന്റെ മുന്നിൽ പോയി നീട്ടാൻ പറ്റുമോ? വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവ് നടത്താൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് വേണം എന്നുള്ളവര് കേട്ടോ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ജീവിതത്തിൽ സൂക്ഷിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 1-ാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ്, ഒന്ന് നേരെ ഇരിക്കുക. ഇതിലെ പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണം, ഓരോ കയ്യും കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കുക. ഒന്ന് നേരെ എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റാൽ അവന് മരിക്കണ കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേറ്റ? ഇവിടെ സുബഹിക്ക് എഴുന്നേക്കണില്ല, പിന്നെ ഇപ്പൊ സുബഹിക്ക് മുമ്പ് 7 മണിക്ക് എഴുന്നേക്കണില്ല അല്ലേ? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുക. 1 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുക. 3 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നിസ്കാരപ്പായിൽ കയറിയിരിക്കുക. അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പറ്റൂലേ? പക്ഷേ ഒരു കാര്യമില്ല. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു, ഒന്നുവെടുത്തു, ആണുങ്ങൾ പള്ളിയിൽ പോവാ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കണ കേട്ടിട്ടുണ്ടോ? 27-ാം രാവിനെ കേട്ടതവസ്ഥ പിന്നെ ഇതുവരെ കേട്ടിട്ടില്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോൾ അതിന്റെ ജവാബ് പറയാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? സദഖത്താവ ബനിർത്താന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെ വെക്കാനാ അല്ലേ? ബാങ്കൊക്കെ വിളിച്ച് കാമത്ത് കൊടുക്കാൻ 5 മിനിറ്റുള്ളപ്പോൾ ചാടി എഴുതേക്ക് നമ്മളൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആണുങ്ങൾ പള്ളിക്കകത്ത് പോയിരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ പോകണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്കങ്ങ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചേക്കരുത്. നിന്റെ മയ്യത്ത് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ പള്ളിയിലേക്ക് കേട്ടോ. അങ്ങനെ നിങ്ങൾ വീട്ടിലെ നിസ്കാരപ്പായി കയറിയാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4-മതൊരു കാര്യമുണ്ട്, അതെല്ലാവർക്കും പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല. 4-മത്തെ കാര്യം, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി തിന്നാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ, വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ.
അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു. എടാ പള്ളി നിസ്കാരം കഴിഞ്ഞ് പള്ളിയൊക്കെ പൂട്ടി മോദിയും പോയി തിന്നും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോഴും പള്ളിയുടെ മുന്നിൽ നിൽപ്പുണ്ട് ഇറച്ചി തിന്നോട്ടടാ. പല ഇമാം അങ്ങനെടാ, സെക്രട്ടറി എങ്ങനെടാ, പ്രസിഡന്റ് എങ്ങനെടാ, പ്രസിഡന്റിന്റെ പെണ്ണുമ്പിള്ള അങ്ങനെടാ. ചർച്ച കടത്തിണ്ടെങ്കിലും അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് ചർച്ചകളാ. പെണ്ണുങ്ങൾ പിന്നെ പഠിച്ചനെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ കണ്ട് അവർ കത്തിക്കുക ഫോണിലൂടെ ഉള്ള കാമുകനോട് അല്ലേ കള്ളക്കാമുകന്മാരോട് വഴുത നടത്തുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. ഉള്ള നേരത്തെ കയറി കിടന്നുറങ്ങ. ഉള്ള നേരത്തെ കിടന്നുറങ്ങ. അത്രയും പാവം അള്ളാഹു കുറച്ചിരുവല്ലോ. നിനക്ക് അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ഭാര്യമാരെ അള്ളാഹു സാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആമീൻ പറ ചങ്ങാതി, ആമീൻ പറ ചങ്ങാതി. കഴുത്തറുത്തിട്ട് ഓടിക്കളയും പെണ്ണുങ്ങൾ, കഴുത്തറുത്തിട്ട് മക്കളയും. നിങ്ങൾ കഴുത്തൊന്നും അറക്കാൻ നിൽക്കില്ല. പോണോന്ന് പറഞ്ഞ മക്കളെ സന്തോഷം തന്നെ. നിനക്ക് വല്ലവന്റെ കൂടെ ഓടണമെങ്കിൽ ഓടിക്കോ അല്ലേ, പിടിച്ചു നിർത്തോപ്പാ. പോണെങ്കിൽ പോ. എല്ലാം വാരി കെട്ടിയിട്ട് മക്കളെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് സന്തോഷത്തോട്ട് പോ. കൊല്ലാനൊന്നും നിൽക്കണ്ടട്ടാ. പെണ്ണുങ്ങളിപ്പം ബന്ധം ഭർത്താവിനെ കൊല്ലണ കാലങ്ങളാ. അള്ളാഹു ആലം എന്തൊരു ധൈര്യം എന്നറിയോ. എന്നിട്ട് അവസാനം അവിടെ പോയി കിടന്ന് ഇവിടെ നിന്നെ. അള്ളാഹു ആലം. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാരിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കും. സ്റ്റേജിൽ ഇരിക്കണവർക്കും വെക്കാം. പെണ്ണുപിള്ളമാരൊക്കെ താഴെ ഇരിപ്പുണ്ട്. പലർക്കും കൈവെക്കാൻ മടിയാ. കാരണം എന്ത് ഉസ്താദ് ഇവളെ ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഇനി സ്വർഗത്തിലും ഉണ്ടോ ഇല്ലേ? നിങ്ങളെങ്ങനെ പെണ്ണുങ്ങള് ഭർത്താവിനെ സ്വർഗത്തിലും ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഉമ്മമാരൊക്കെ കൈവെക്കുക. പെണ്ണുങ്ങളൊക്കെ ഉമ്മ ആലോചിക്കാൻ പൊക്കണോ വേണ്ടേ? അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതമൊക്കെ വലിയ സന്തോഷം, ഏറ്റവും കൂടുതൽ ആനന്ദമുള്ളതാണ്. കുടുംബജീവിതം പോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടത്. സിനിമയും സീരിയലും കണ്ടിട്ട് ജീവിക്കാൻ നിന്ന പിന്നെ സന്തോഷമൊന്നും കാണത്തില്ല, കണ്ണുനീരാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് കിട്ടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അള്ളാഹു പറഞ്ഞതാണ്, വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അള്ളാഹു സന്തോഷം കൊടുക്കും, സമാധാനം കൊടുക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചെയ്യുക. ഈ ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരെണ്ണം കൂടെ പറഞ്ഞു ദുആ ചെയ്ത് ഇരിക്കുമല്ലോ. പൊഴിഞ്ഞു പോക്ക് തുടങ്ങി. അതുകൊണ്ടാ ചോദിക്കുക. ഇരിക്കുമല്ലോ. ഞാനിവിടെ 6 അടി നീളത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഒരു അരമണിക്കൂർ കൂടെ ഇരിക്കോ? ഈ ഒരെണ്ണം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാൻ. ഇരുന്നൂടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയാത്ത 3ാമത്തെ വിഭാഗമാണെന്നറിയുമോ? തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉമ്മാനെയും ബാപ്പാനെയും വേദനിപ്പിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ പരിഹസിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനോട് കയർത്ത് സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ. എടാ, നിന്റെ മരണസമയത്ത് ഏത് കൊലകൊമ്പൻ നിന്റെ മുന്നിൽ വന്നത്, ഉസ്താദാകട്ടെ, ആരിമാകട്ടെ, വലിയാകട്ടെ, ആര് നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ അത് പറയാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, അവിടുന്ന് പ്രവാചകന്റെ സ്വഹാബിയാണ്. അതാ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ അൽഖമർ റളിയല്ലാഹു തആല അൻഹു കിടക്കുമ്പോ സ്വഹാബികൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമയ്ക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ ഓടി വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
അൽക്കമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. ഒന്നാമതായി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ സഹാബാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? അവിടുന്ന് പറയുന്നു നഅം യാ റസൂലല്ലാഹ്, അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. വിളിച്ചുകൊണ്ട് വാ സഹാബാ, വിളിച്ചുകൊണ്ട് വാ സഹാബാ. അൽക്കമയുടെ ഉമ്മയെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് യാ റസൂലല്ലാഹ്? എന്റെ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ. അവൻ എന്നെയും വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ് യാ റസൂലല്ലാഹ്. പെറ്റ തള്ളയെക്കാളും അവന് സ്നേഹം അവന്റെ ഭാര്യയോടാ. എന്റെ മനസ്സു വല്ലാതെ വേദനിച്ചു നബിയേ, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ അൽക്കമ മരിക്കാൻ കിടക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ അതിന് പറയാൻ കഴിയൂ. അൽക്കമയുടെ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എന്നെ ഒരുപാട് ദ്രോഹിച്ചതാ നബിയേ. അവൻ എന്നോടൊരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അവനെ അത്രയ്ക്കും സ്നേഹിച്ചവരാ. ഇന്നലെ കണ്ടവളെ കണ്ടപ്പോ എന്നെ മറന്നുപോയി നബിയേ. ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല യാ റസൂലല്ലാഹ്. അൽക്കമയുടെ പ്രായം ചെന്ന മാതാവത് പറഞ്ഞു കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കള സഹാബാ. തന്റെ പൊന്നാര മകനെ തീക്കകത്തിട്ട് കരിക്കാ പറയുമ്പോ ഉമ്മ പറയുന്ന, വേണ്ട നബിയേ, അവൻ എന്റെ പൊന്നുമോനല്ലേ, എന്റെ പൊന്നാര മകനല്ലേ. എന്നെ എത്ര വേദനിപ്പിച്ചാലും എന്റെ മോനാണല്ലോ. അതുകൊണ്ട് ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. ഉമ്മ പറഞ്ഞു തീരേണ്ട താമസം അൽക്കമ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വഫാത്താവുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഉമ്മ ആരാണെന്നറിയാത്ത മക്കളുണ്ട്, ആരാണെന്നറിയാത്ത മക്കളുണ്ട്. എടാ, നിന്റെ ഉമ്മയാരെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? മോനെ, നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ 3 പ്രാവശ്യം പറഞ്ഞു, ഉമ്മ ഉമ്മ ഉമ്മ. കാരണം ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. എടാ, 9.5 മാസം കാലം നിന്നെ ഗർഭം ചുമന്ന് കിടന്ന് നിന്റെ ഉമ്മയാണോ? നടക്കാൻ കഴിയാതെ, കിടക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പടച്ചവനെ പ്രയാസപ്പെട്ട് 9.5 മാസക്കാലം ചുമന്നത് ഉമ്മയാണ്, വാപ്പയല്ല. മോനെ, മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചത് വാപ്പയല്ല, ഉമ്മയാണ്. നീ കിടന്ന് കരഞ്ഞപ്പോ രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യെങ്കിലും ഓടി വന്ന് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് തന്ന് വളർത്തിയത് ഉമ്മയാ. അതുകൊണ്ട് ഉമ്മയുടെ കാഴ്ചപറ്റിലാണ് സ്വർഗം കിടക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പയ്ക്ക് വിലയില്ല എന്നല്ലോ. സ്നേഹം വെളിയിൽ കാണാതെ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ വാപ്പയുണ്ടല്ലോ. വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാ.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ, മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങിച്ചു വെക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഠിച്ചവരെ ഇന്ന് പെൺമക്കൾ കാണിക്കുന്ന പേക്കൂത്തുകൾ സഹിക്കാൻ കഴിയാത്ത പേക്കൂത്താ. എങ്ങനെ ധൈര്യം വരുന്നടി? ഫേസ്ബുക്കിൽ കയറിയിട്ട് ലൈവിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു? പഠിച്ചവനെ എന്തെല്ലാം വൃത്തികേടുകൾ പറയാ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? ഈ ഫർദയും ധരിച്ചുകൊണ്ട്, ഹിജാബും ധരിച്ചുകൊണ്ട് എത്രയോ വൃത്തികേടുകൾ പറയാൻ എങ്ങനെ കഴിയുന്നു പെങ്ങള്? മുസ്ലിമല്ലേടി പൊന്നുമോള്, മുസ്ലിമല്ലേടി പൊന്നുമോള്. കണ്ടവന്റെ കൂടെ വിളിച്ചോടുന്ന പെണ്ണുങ്ങളുടെ കാലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന യുവതലമുറയോട് പറയാനുള്ളത്, ഉമ്മ പറയുന്നതനുസരിക്കടാ പൊന്നുമോനെ. പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പിന്നെ പോകരുത്. ഇല്ല ഉമ്മ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയ ഒരു മകൻ അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുവോ? എന്റെ ചെറുപ്പക്കാരാ, അമ്മയുടെ അനുവാദമില്ലാതെ ടൂറ് പോകുന്ന യുവത്വേ, സിനിമയ്ക്ക് പോകുന്ന യുവത്വേ, കണ്ടവന്റെ കൂടെ വിളിച്ചോടുന്ന യുവത്വേ, എന്റെ പ്രിയപ്പെട്ടവരെ, എടാ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഫദ്ലെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. പഠിച്ചവനെ ഉമ്മ മാത്രമാണുള്ളത്. ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ കൂട്ടുകാരൊരു ദിവസം പറഞ്ഞു, ഫദ്ലേ, ഞങ്ങളെല്ലാവരും നാളെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫദ്ലേ? ആ സമയത്ത് ഫദ്ല് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് അനുവാദം ചോദിച്ചിട്ട് പറയാ. എല്ലാവരും പറഞ്ഞു, വരുന്നെങ്കിൽ നീ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാണ്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നിട്ട് നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്നു, ഉമ്മ എനിക്ക് അല്ലാഹുവിന്റെ കഅബ കാണാൻ കൊതിയുണ്ട് ഉമ്മ. എല്ലാവരും മക്കത്ത് പോവുകയാ, ഞാനും കൂടെ ഒന്ന് പോകട്ടെ ഉമ്മ? വേണ്ടടാ ഫദ്ലേ, എന്റെ പൊന്നുമോ പോകണ്ടോ, എന്നെ ഒറ്റക്കിട്ടിട്ട് പോകല്ലേ. അവിടെ നിന്ന് ഉമ്മ മറുപടി പറയുകയാണ്. അവസാന കൂട്ടുകാർ മുഴുവനും മക്കത്ത് പോകാൻ ഒരുങ്ങി വരുമ്പോ ഫദ്ല് ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല, ഉമ്മ പോകാൻ പറയുന്നില്ല, പോകണ്ടെന്നാണ് പറയുന്നത്. കൂട്ടുകാര് ചോദിച്ചു, എടാ ഹറാമ് ചെയ്യാറല്ലോ, കണ്ണുപിടിക്കാറല്ലോ, വൃത്തികേടുകൾ ചെയ്യാറല്ലോ, അല്ലാഹുവിന്റെ കഅബാലയത്തിന് പോകാൻ പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞിട്ട് പിരിയുകയാണ്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് രണ്ടാമതും കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ ഞാനും കൂടെ മക്കത്ത് പോകട്ടെ ഉമ്മ? വേണ്ടടാ ഫദ്ലേ, വേണ്ടടാ ഫദ്ലേ. ഉമ്മ എവിടെ നിന്ന് മറുപടി പറയുമ്പോ അവിടെ നിന്ന് സഹിക്കാ കഴിഞ്ഞില്ല. വീടിന്റെ അകത്ത് കയറിയിട്ട് ചിന്തിച്ചു, അല്ലാഹ് ഉംറ ചെയ്യുന്നത് നല്ല കാര്യമാണല്ലോ, ഉമ്മ തടസ്സം നിന്നാ കുഴപ്പമില്ലല്ലോ. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തനിക്ക് ആവശ്യമുള്ളത് മുഴുവനും എടുത്തുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടി ഉമ്മയുടെ അനുവാദമില്ലാതെ ഉമ്മയുടെ മുന്നിലൂടെ ഇറങ്ങി പോവുകയാ. പോയല്ലേടാ പൊന്നുമോര്, ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. കാലിൽ പിടിച്ചുകൊണ്ട് കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് 18 വർഷക്കാലം പൂറ്റി വളർത്തിയ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് പോകല്ലേ മോള് എന്ന് പറയുമ്പോ, എനിക്ക് എന്റെ കാമുകനാണ് വേണ്ടതെന്ന് പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികള്, മറക്കല്ലേടി പൊന്നുമോള്. എന്ത് മറന്നാലും ഈ ചരിത്രം നീ മറക്കരുത്. ഞാൻ ചുമ്മാതെ പറഞ്ഞു തരുന്ന ചരിത്രമല്ല. അല്ലാഹു
അല്ലാഹുവേ ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മാതാവിന്റെ പൊരുത്തമില്ലാതെ വീട് വിട്ട് ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങുകയാ. അവസാനം കൂട്ടുകാർ മുഴുവനും മുമ്പേ പോയി ഉമ്മയെ കരയിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല. അവസാനം ഒരു പള്ളി കണ്ടപ്പോ ചിന്തിച്ചു, അല്ലാ നമസ്കരിച്ച മനസമാധാനം കിട്ടുമല്ലോ നാഥാ. പെട്ടെന്ന് പുതുപെടുത്തു പള്ളിക്കകത്ത് കയറിയിട്ട് ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ നാട്ടുകാര് ഓടി വന്ന് പിടിച്ചു കെട്ടുകയാണ്. കാരണം എന്തെന്നറിയുമോ? ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കിടന്നു. എല്ലാവരും പള്ളിയുടെ ഭാഗത്ത് കിടന്നു വരുമ്പോ ആ നാട്ടുകാരനല്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫദ്ല് കള്ളനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ച് തല്ലുകയാ. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുവോ? ഇനി ഒരിക്കലും ഇവനെ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടത്തെ 2 കയ്യങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടത്തെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടത്തെ 2 കണ്ണങ്ങ് ചൂഴ്ന്നെടുക്കുകയാ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പോയടാ. 2 കണ്ണും പോയി, 2 കാലും പോയി, 2 കൈയും പോയി. എല്ലാവരും ഫദ്ലിനെ കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫദ്ല് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാത്തതിന്, എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന്, എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. അവസാനം കൊണ്ടുപോയി വലിച്ചെറിയുകയാണ്. രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരെ കിടന്ന് വിളിച്ചു പോവുകയാ. അല്ലാഹുവേ എന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി അല്ലാ. എന്റെ ആഖിറവും നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാം. എനിക്ക് ഭാഗ്യമ തരണേ അല്ലാ. തെരുവിൽ കിടന്നിട്ട് യാചിക്കുന്നു, ആരെങ്കിലും എന്റെ ഉമ്മാന്റെ അടുത്തൊന്ന് കൊണ്ടുപോവോ, ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് മരിക്കാരാ, ഇല്ലെങ്കിൽ എന്റെ ആഖിറവും നഷ്ടപ്പെടുകയാ. അവസാന തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ ആ വീടിന്റെ കവാടം തുറന്നൊരു ഉമ്മ ഇറങ്ങി വരികയാ. ആരാടെന്നറിയുമോ ഉമ്മ? ഈ ചെറുപ്പക്കാരനെ പരിചയമുണ്ടോ ഉമ്മ? പടച്ചവനെ അവിടുന്ന് പ്രായം ചെന്ന ഉമ്മ നോക്കുമ്പോ കണ്ണില്ലാതെ കാലില്ലാതെ കൈയില്ലാതെ രക്തത്തിൽ കുളിച്ച ആളാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഒരു ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. ആ ഉമ്മയ്ക്ക് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഉമ്മ എവിടെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോ തന്റെ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫദ്ല് വിളിക്കുന്ന ഉമ്മ, ഞാനാണുമ്മ. ഉമ്മയുടെ പൊന്നുമോ ഫദ്ലാ ഉമ്മ. ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ ഉംറയ്ക്ക് പോയപ്പോ അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ ഉമ്മ. എനിക്ക് ഉമ്മാന്റെ പൊരുത്തം വേണം, എന്നെ ഉമ്മ ശപിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫദ്ലെന്ന് പറയുന്ന പൊന്നുമകൻ കിടന്ന് കരയുമ്പോ അല്ലാഹുവേ എന്റെ പൊന്നുമോൻ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് ഓർത്തിട്ട് ഉമ്മ പിടിച്ച് തന്റെ പൊന്നാര മകനെ പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാ. എന്നെ ചെറുപ്പക്കാരാ, ഫുട്ബോൾ കളി കാണാ പോയതല്ലോ, കറങ്ങാൻ ഊട്ടിയിൽ പോയതല്ലോ, സിനിമയ്ക്ക് പോയതല്ലോ, കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയ പെണ്ണിന്റെ കഥയില്ലോ. ഉംറ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ, പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ. പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞോ പിന്നെ ഇറങ്ങല്ലേടാ പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച മാതാപിതാക്കളുടെ മനസ്സാ വാചാ കർമ്മണ നീ നിന്റെ ഉമ്മയെയോ വാപ്പയെയോ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ നിനക്ക് ശിക്ഷ മരണത്തിന് ശേഷമല്ല, ഖബറിന്റെ അകത്തല്ല, പരലോകത്തല്ല, സിറാത്തിലല്ല,
നരകത്തിലല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്കുള്ള ശിക്ഷ തരുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുന്ന മക്കളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഉമ്മ പോണ്ട എന്ന് പറഞ്ഞാൽ പോണ്ട. ഇല്ല ഉമ്മ ഞാൻ പോകും, പോയതിന് കൊള്ള കൊടുത്ത ശിക്ഷയാ. കണ്ടവന്റെ കൂടെ കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് ഉമ്മ പറയാ പോലെ പോകണ വീങ്ങളല്ലെങ്കിൽ ഞാൻ പോകും, കാമുകം പോയി പുഴുത്ത് ചാവും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതേപ്പോ പറയാനൊരു മടി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാട്ടുകാരുടെ മുന്നിൽ മൊത്തം ഉമ്മയെ വ്യഭിചാരി എന്ന പേര് ദോഷം കേൾപ്പിച്ചിട്ട് പോകുന്നവർക്ക് അല്ലാഹു പിന്നെ സ്വർഗം കൊടുക്കും. നീ പറ. നാട്ടുകാര് പറയും ഇവിടുമാരൊക്കെ തിന്ന് എല്ലിന്റെ അകത്ത് കയറി കൊഴുപ്പ് കൂടുമ്പോ കണ്ടവന്റെ കൂടെ ഓടും സുഖിക്കാൻ. നാട്ടുകാര് പറയുന്ന ഒരു വാക്കുണ്ട്, പെണ്ണുങ്ങൾ പഠിച്ചോണം. നീ ഇറങ്ങി പോകുമ്പോ നിന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയും ഉമ്മാടെ സ്വഭാവമല്ലേ മോള് കാണിക്കൂ. നീ പെറ്റ തള്ളയ്ക്ക് കൊടുക്കുന്ന പട്ടവതാടി, നീ നിന്റെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാ. എന്റെ നാട്ടുകാര് പറയണേ ഉമ്മാടെ സ്വഭാവമല്ലേ മോൾ എന്ന് പറഞ്ഞാൽ ഉമ്മ വേലി ചാടുന്നവളാണ്. പെറ്റത്തിന് അത്രയെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ, പെറ്റതിന് അത്രയെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ. നാട്ടുകാരുടെ മുന്നിൽ തലപൊക്കാൻ കഴിയാതെ വീടിന്റെ അകത്തിരുന്ന് കരയുന്ന, നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന വാപ്പാടെ കണ്ണീരിന് വിലയുണ്ടടി. നേരെ രൂപയൊന്നും നീയൊന്നും മരിക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തല്ലണമെന്നൊന്നില്ല, ചീത്ത പിടിക്കണമെന്നില്ല, പട്ടിണി കിടണമെന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ഇബ്നു അബ്ബാസ് തങ്ങൾ അതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, നീ എവിടെയെങ്കിലും ഒരുങ്ങിക്കെട്ടി നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളെല്ലാം കൂടെ എവിടെങ്കിലും കറങ്ങാൻ ഇറങ്ങി പോകുമ്പോ നിന്റെ വാപ്പ രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പയോ ഉമ്മയോ മോനെ വരുമ്പോ ഇത്തിരി മരുന്ന് വാങ്ങിക്കൊണ്ട് വരണേടാ എന്ന് പറയുമ്പോ നീ ഒരു ദേഷ്യത്തോടു കൂടി ഒരു നോട്ടം മതി അല്ലേ. എവിടെങ്കിലും കറങ്ങാൻ പോകുമ്പോ നിന്റെ ഉപ്പ പറഞ്ഞ നീ ഒരു നോട്ടം ഉണ്ട്, ഇപ്പോഴാണ് ഉപ്പ പറയണേന്ന്. ആ നോട്ടം മതിയടാ നിനക്ക് നരകത്തിൽ പോകാൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിനക്ക് അല്ലാഹു അതിന്റെ ശിക്ഷ തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എഴുന്നേക്ക് വാ, എഴുന്നേറ്റ് വാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് വാ. കഴിഞ്ഞു എല്ലാം അടുത്തേക്ക് വാ, ഒന്ന് കാണാനാവാ. പുറത്ത് നിൽക്കുന്നവരൊക്കെ പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ അതിലെ പൊക്കോ, വണ്ടി എടുത്ത് വിട്ടോ, വീട്ടിൽ പോകും. നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും കാത്തിരിക്കുന്നുണ്ട്. പോകും ഇൻഷാ അല്ലാഹ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ല, പെട്ടെന്ന് കയറിക്കും ഇൻഷാ അല്ലാഹ്.